ഹായ് എവരിവൺ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു യാത്ര പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് കുറച്ച് ഇറാനിലുള്ള കുറച്ച് സ്ഥലങ്ങൾ നമ്മളെ കൊണ്ടുപോകാൻ പറ്റിയ നമ്മുടെ അടുത്തുള്ള കുറച്ച് ദൂരമുള്ള സ്ഥലങ്ങളായ നല്ല എന്താ പറയുക ഇറാനിയൻ കൾച്ചറും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ സമയം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് 3:30 ആണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോ ഞാനും എന്റെ ഫാമിലിയും ഉണ്ട്, പിന്നെ എന്റെ വൈഫിന്റെ ഉപ്പ ഉണ്ട്, വൈഫിന്റെ ഉമ്മ ഉണ്ട്, പിന്നെ അളിയനുണ്ട്, അളിയന്റെ സിസ്റ്റർ ഉണ്ട്, എല്ലാരും ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, കുട്ടികളുണ്ട്. അതെ, 2 വണ്ടിയായിട്ടാ പോകുന്നത്, 2 കാറായിട്ടാ പോകുന്നത്. അപ്പൊ നമ്മള് അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നുമല്ല, എന്നാലും ഒരു ചെറിയൊരു പ്ലാനിങ് ചെയ്യാതല്ല. അതെ, അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഞങ്ങൾ ഇപ്പോ റെഡി ആയി നിൽക്കുന്നത് ഈ സമയത്ത്. കാരണം ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു സ്ഥലമുണ്ട്, അവിടെ എത്തണമെങ്കിൽ ഈ സമയത്ത് ഇറങ്ങിയേ പറ്റുള്ളൂ. പിന്നെ അതെ, അത്രയും മണിക്കൂറുകൾ എടുക്കും, 7 മണിക്കൂറോ 8 മണിക്കൂറായിട്ടും ഇവിടുന്ന് ഡയറക്റ്റ് ആ സ്ഥലത്ത് എത്താനുണ്ട്. അതുകൊണ്ടാണ് അതെ, ഇനി അവിടെ എത്തിയിട്ട് വേണം വേറെ ഇങ്ങോട്ട് പോകണം എന്നുള്ള പ്ലാനിങ് ചെയ്യാൻ വേണ്ടിട്ട്. ട്രാവലിംഗ് വീഡിയോസിന്റെ ഇതിലൊക്കെ ആയതുകൊണ്ടാണ് നമ്മളിപ്പോ അതിലേക്ക് പോവാത്തത്. നമുക്ക് പിന്നെ പോവാം ഇൻഷാ അല്ലാഹ്. അതെ, അതൊക്കെ ഞങ്ങൾ സാധാരണ നിങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ. അതെ, കമന്റ് ഒക്കെ എന്തായാലും ചെയ്യണം എല്ലാവരും കേട്ടോ. അതെ, ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ കമന്റ് തീർച്ചയായിട്ടും വേണം. അതെ, എന്നാലേ ഞങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്ക് മനസ്സിലാവും, കുറച്ചും കൂടി ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ. അതെ, അതുകൊണ്ട് നമുക്കതാണ് ഇഷ്ടം, നമുക്ക് എന്താണ് നമ്മളെ കുറവുകൾ അത് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അതെ, എന്നാലേ ഞങ്ങൾക്ക് ഒന്നുകൂടി ഞങ്ങളെ എല്ലാം ഒന്ന് അടിപൊളിയാക്കി കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങളെല്ലാ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് കാണാം. ഇറാനിലെ പ്ലേസസും കാര്യങ്ങളെല്ലാം ആയിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. രണ്ട് വണ്ടിയിലും പെട്രോൾ അടിക്കണം. ഒന്ന് ഈ വണ്ടി, പിന്നെ ഒന്ന് ഈ വണ്ടി. ഇത് ഞാൻ വന്ന വണ്ടി, ഞാൻ ഇരുന്ന വണ്ടി എൻ്റെ അളിയൻ്റെ അനിയൻ്റെ. പിന്നെ ഒന്നിത് മറ്റേ അളിയൻ സിസ്റ്റർ. രണ്ടാളെ വണ്ടിയിലും പെട്രോൾ കയറ്റാണ്. ഏറ്റവും ചീപ്പ് പ്രൈസാണ് ഇവിടെ. അങ്ങനെ മറ്റേ അളിയൻ അടിച്ച് കഴിഞ്ഞ് ഈ അളിയൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഈ ഇതിൽ കണ്ടോ, ഇത് നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇവിടെ വരുന്ന ഒരു പുതിയ ആൾക്ക് ഒന്നും മനസ്സിലാവില്ല, ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഇവിടുത്തെ പെട്രോളിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ 3000 തുമാനാണ് വരുന്നത്. 3000 തുമാൻ എന്ന് പറയുമ്പോൾ നാട്ടിലല്ല, ദിർഹംസിൽ 1 സംതിങ് ദിർഹംസ് വരും. അപ്പോൾ ലിറ്ററിന് 1 സംതിങ് ദിർഹംസ്. പെട്രോൾ ചീപ്പാണ് ഇവിടെ. ഓക്കെ, بالا بگه؟ داخله. داخله. من قلت ما داخل تو هنا سهرة. لا داخل. الجيل. الجيل. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നല്ല ദൂരം ഉണ്ടെന്ന്. നമ്മൾ പോകുന്ന
ഡെസ്റ്റിനേഷനിലേക്ക് ഇച്ചിരി ദൂരമുണ്ട്. ഞാൻ തുടക്കത്തിൽ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഞങ്ങൾ നല്ല എൻജോയ്മെൻറ്റിൽ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, അവരവരുടെ ഭാഷയിൽ ഫാർസിയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്താ പറയുക, എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിൽ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വണ്ടിയിൽ ചായയൊക്കെ കരുതും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാവും അടിപൊളിയായിട്ട്. കുഞ്ഞൻ്റെ കയ്യിലായിരുന്നു ഉള്ളത്. കുഞ്ഞ് കുറച്ച് നേരം എൻ്റെ വൈഫിൻ്റെ കൂടെ ഇരിക്കും, ബാക്കിലിരിക്കും, ഫാദർ കൂടെ ഇരിക്കും. പിന്നെ എൻ്റെ കുറച്ച് നേരം മുന്നിലേക്ക് വരും, പിന്നെ ഉറങ്ങും. ഞങ്ങൾ കുറച്ച് നേരത്തെ എണീച്ചിട്ട് വന്നതായതുകൊണ്ട് പിന്നെ എന്താ പറയുക, നമ്മൾ ഉറക്കം എല്ലാവർക്കും ചെറിയ ഉറക്ക ക്ഷീണമുണ്ട്. പക്ഷേ ട്രിപ്പ് പോകുന്നതല്ലേ, അപ്പോൾ എന്താ ഉറക്ക ക്ഷീണം അടിച്ചു പൊളിക്കുക എന്നുള്ള ഒരു മനസ്സ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. കുഞ്ഞിന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ രാവിലെ എണീച്ചിട്ട് വരുന്നതല്ല. അപ്പോൾ ഒരു ഉറക്ക ക്ഷീണമൊക്കെ അവർക്കുണ്ട്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എടുത്തിട്ട് പോകുന്നതാണ്. ഇപ്പോൾ പല രാജ്യത്തു നിന്നും, ഇപ്പോൾ തൊട്ടടുത്തുള്ള രാജ്യം ദുബൈയിൽ നിന്നാണെന്ന് തോന്നുന്നു, ദുബൈയിൽ നിന്ന് അതുപോലെ ചില GCC കൺട്രിയിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളാണ് ഇതൊക്കെ വേറെ കൺട്രിയിലേക്ക്, ഈ തൊട്ടടുത്തുള്ള കൺട്രിയിലൊക്കെ ട്രാൻസ്പോർട്ടേഷനായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അവർ. ഈ റോഡ് മാർഗ്ഗമാണ് കൂടുതലും എന്താകുന്നത്, ഈ വണ്ടികളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അതൊക്കെയാണ് പോകുന്ന വഴികളിൽ കാണുന്നത്. ഇതൊക്കെ എനിക്കറിയുന്ന കാര്യങ്ങളിൽ ഇതൊക്കെ ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. ഞങ്ങളങ്ങനെ ഒരു ടൗണിലെത്തിയിട്ടുണ്ട്. ഇത് ടൗൺ എന്ന് വെച്ചാൽ ഒരു ഓൾഡ് ടൗൺ ആണ്. ലാർ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്താൽ കാണാം, ലാർ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആ ടൗണിലാണ് എത്തിക്കുന്നത്. ഇതിവിടെ ഓൾഡാണ് ടൗൺ. അപ്പോൾ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറാൻ വേണ്ടി, ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്താ പറയുക, സൂപ്പർ മാർക്കറ്റൊക്കെ ക്ലോസ് ആണ്. കുറച്ച് 1-2 സൂപ്പർ മാർക്കറ്റുകൾ അളിയനിൻ്റെ പോയി. സൂപ്പർ മാർക്കറ്റ് അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ. ഇവിടെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ എല്ലാം ഉണ്ടാവും, അത്യാവശ്യമുള്ള എല്ലാം ഉണ്ടാവും. നമ്മളെ നാട്ടിലുള്ള സൂപ്പർ മാർക്കറ്റ് പോലെ നമ്മളൊരു വണ്ടി 2 വണ്ടി അപ്പോൾ അതാണ്. പിന്നെ ഇത് നല്ല വർക്കില്ല, മോളും വൈഫും. मोहम्मद जीर करता है नाम से Muhammad sleeping. What is this? ماشي എന്തൊക്കെ മേടിച്ചിട്ടുണ്ട്, മുട്ടയും ഓയിലൊക്കെ മേടിച്ചിട്ടുണ്ട്. ഫുഡൊക്കെ ഉള്ള പരിപാടിയാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ നമ്മളെവിടെ നിർത്തുമ്പോൾ കാണാം. അപ്പോൾ ഞങ്ങൾ ഈ ടൗണിൽ നിന്ന് ഇറങ്ങി, ഞങ്ങൾ ടൗണിൽ നിന്ന് വിടുകയാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഒന്നും കാര്യമായി കിട്ടത്തില്ല. പിന്നെ നിർത്തിയിട്ടുണ്ട്. റൊട്ടി മേടിക്കാൻ പോവാണ്. ഞാൻ കാണിച്ചുതരാം, ഇവിടുത്തെ റൊട്ടി ഞാൻ കാണിച്ചുതരാം എങ്ങനത്തെയാന്നുള്ളത്. ഇവിടുത്തെ ഒരു ട്രഡീഷണൽ റൊട്ടിയാണ് ഉണ്ടാക്കുന്ന സിസ്റ്റം. वही हाँ वो मशीन में बनाता है ना, मशीन बनाता है। उधर पाउडर उधर डालेगा, पाउडर आटा उधर है।
എന്താ മെഷീന് ഇവിടുത്തെ ഒരു മെയിൻ ഇതാണ്. എല്ലാ ടൗണിലും 3-4 ഷോപ്പുകൾ ഉണ്ടാവും ഇതുപോലെ. ഇതിന്റെ സൈസും നിങ്ങൾക്ക് റൗണ്ട് വേണേൽ റൗണ്ട് കിട്ടും, സ്ക്വയർ വേണേൽ സ്ക്വയർ കിട്ടും. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാം. നമുക്ക് ജാമ്, അതുപോലെ അങ്ങനത്തെ ക്രീം, ന്യൂട്രല്ല എല്ലാത്തിനോട് കഴിക്കാം, കറീൻ്റെ കൂടെ കഴിക്കാം. ഈ ഒരു സിസ്റ്റം എവിടെ ഉണ്ടോ, ഏത് ഷോപ്പിലുണ്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് സ്റ്റേ അടിച്ചിട്ടുണ്ട്. സ്റ്റേ അടിച്ചെന്ന് വെച്ചാൽ നമ്മള് രാവിലത്തെ നാസ്ത എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ട് കഴിക്കാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ നമ്മൾ ഈ ഇവിടെയൊക്കെ നമ്മളെ പെട്രോൾ സ്റ്റേഷന്, അതുപോലെ സൂപ്പർ മാർക്കറ്റ്, പെട്രോൾ സ്റ്റേഷനാണ് അത്. ആ സൂപ്പർ മാർക്കറ്റ് പെട്രോൾ സ്റ്റേഷൻ ആ സമയത്ത് അല്ല, അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെ ടെന്റ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. നമുക്ക് എവിടെയും ടെന്റ് അടിക്കാം. ഈ വെയിലില്ലാത്ത സ്ഥലം നോക്കിയിട്ടാണ് അപ്പോൾ സിസ്റ്റർ ഇതാക്കുന്നത്. ഇതിപ്പോ കഴിയൊക്കെ കഴിയാൻ വേണ്ടിയിട്ടുള്ള അതിൽ ഓപ്ഷനാണ്. അത്ര വൃത്തിയൊന്നും നോക്കണ്ട, പക്ഷെ നമ്മൾ വെള്ളം എല്ലാം കാര്യങ്ങളും കൊണ്ടുപോകും. നമ്മൾ പുറത്തുനിന്നൊന്നും യൂസ് ചെയ്യുന്നില്ല. കുടിക്കാനും അതുപോലെ തന്നെ കഴുകാനൊക്കെ നമ്മൾ എല്ലാ സാധനവും നമ്മളെ വണ്ടിയിൽ, ഈ 2 വണ്ടിയിലും ഇതാണ് മൗജൂദ് എന്ന് വെച്ചാൽ ഉണ്ട്. അപ്പോ ഇത് നല്ല, ഈ വണ്ടി ഇറാൻ മെയ്ഡ് വണ്ടിയാണ്. ഇതിന്റെ പേരാണ് ക്രോസ് പറയുന്നത്. ഉണ്ടോ, ഇത് ഇറാൻ മെയ്ഡ് വണ്ടിയാണിത്. ഇവര് നമ്മള് ഫുഡിന്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടോ, അവരെല്ലാം സെറ്റ് ചെയ്യാണ് ഫുഡിന്റെ സാധനങ്ങളൊക്കെ. ഇതെന്റെ മോൾ ഉറങ്ങുന്നുണ്ട് ഇവിടെ, വണ്ടിയിൽ ഉറങ്ങാണ്. മജ്ലിസ് പോയിട്ട് ഇരിക്കുന്ന രീതിയിൽ ഫുഡ് അടിക്കാനുള്ള പരിപാടി ഔട്ട്ഡോറിൽ. ഇവിടുത്തെ ഇങ്ങനെ തന്നെയാണ്, വൈഫൈ സെറ്റാക്കുന്നുണ്ട്. എന്താ പറയാ, റൊട്ടി, അതുപോലെ മുട്ട പൊരിച്ചത് ഉണ്ടാക്കുന്നുണ്ട്. ഇത് വിരിക്കാനുള്ള സാധനം സെറ്റാക്കുന്നുണ്ട്.
ഞങ്ങൾ ഒരു വലിയൊരു മലയുടെ താഴ്വാരത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ താഴ്വാരത്ത് കൂടെ ഒരു ടണലുണ്ട്. ഒരു വലിയൊരു ടണലാണ്. ഈ വലിയൊരു മലയുടെ താഴ്വാരത്തൂടെ 2 ടണലാണുള്ളത്. അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടിയുണ്ട്, പിന്നെ അപ്പുറത്ത് വേറെ ടണൽ കാണുന്നുണ്ട്. അത് അറിയില്ല ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടിക്ക് വേണ്ടിയിട്ടാണോ, ഓപ്പോസിറ്റ് വണ്ടി വരുന്ന വണ്ടിക്ക് വേണ്ടിയിട്ടാണോ, അല്ലേ അവർ 2 ടണൽ പണിതാണോ എന്നറിയില്ല. ഇപ്പോൾ പോകുന്ന ടണൽ വഴി പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു, നല്ല ലെങ്തി ഉണ്ടായിരുന്നു ഈ ഒരു ടണൽ. ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കൊരു ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ എന്താക്കുന്നത്, ഈ വീഡിയോ കുറച്ച് സ്പീഡാക്കുന്നത്. കുറേ ദൈർഘ്യമുള്ളത് കൊണ്ടാണ് കുറച്ച് സ്പീഡാക്കുന്നത്. അത് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങളെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ നമ്മൾ ഞാൻ ജീവിതത്തിലൊന്നും ഇതുവരെ കാണാത്ത പല സ്ഥലങ്ങളുമാണ് ഇതൊക്കെ. അപ്പോൾ എനിക്കിതൊരു വലിയ സംഭവം പോലെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, അത് നിങ്ങൾ കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക. നല്ല സ്ഥലമാണ്, കുഴപ്പമില്ല. ഞങ്ങൾ മുന്നോട്ട് പോകുന്തോറും ഈ ചൂടിൻ്റെ കാഠിന്യം കുറയുന്നുണ്ട്. നമ്മൾ നോർമലി ഇവിടെ ചൂട് കൂടുതലാണെന്ന് പറയുന്നത്, ചൂട് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. ബന്ദർബാസ് ഭാഗത്തൊക്കെ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഭാഗത്തൊക്കെ ചൂട് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ ദുബൈൻ്റെ അടുത്തുള്ള സ്ഥലമാണ്, സെയിം ചൂടാണ് തോന്നുന്നത്. ഞങ്ങളങ്ങനെ ഒരു ഷിറാസ് എത്തുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് വേറൊരു സ്ഥലത്ത് നിർത്തി. അടിപൊളി സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് അറിയില്ല. കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ്, ഫുഡ് വെക്കാനുള്ളൊരു സാധനം മേടിക്കാനാണ്. പിന്നെ ഫ്രൂട്ട്സ് കുറേ ഉണ്ട്. ടമാറ്റർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ഉള്ളി ഡിഫറെൻ്റ് ആട്ടോ. നമ്മൾ ഇന്ത്യയിലുള്ള ഉണ്ട്, ദുബൈയിലുണ്ട് ഈസി ഉള്ളി, നാട്ടിലുണ്ടോന്ന് അറിയില്ല എനിക്ക്. ഒരു വൈറ്റ് ഉള്ളി, അത് നമ്മളെ ഉള്ളിൻ്റെ അത്ര സ്ട്രോങ് ഇല്ലെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ലെങ്കിൽ. പ്രൈസൊന്നും അറിയില്ല. ഓൾഡ് കൂളർ. പച്ചക്കറി എന്തൊക്കെ ഉണ്ട്, എല്ലാ പച്ചക്കറിയും നമ്മുടെ നാട്ടില് പച്ചക്കറിയൊക്കെ ഉണ്ട്. പിന്നെ വണ്ടിയിലുണ്ട് എല്ലാവരും. ചൂടൊന്നുമില്ല, നോർമൽ കണ്ടീഷനാണ്.
ഇങ്ങോട്ടെത്തുമ്പോൾ ചൂടില്ല, നോർമൽ കണ്ടീഷൻ. വെയിലുണ്ട്, നല്ല പച്ചപ്പൊന്നുമില്ല. അതാണ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ എടുക്കാം. അതുകൊണ്ട് പിന്നെ വേറൊരു സാധനം ഇവിടെ നമ്മൾ കൂടുതൽ കാണുന്ന സാധനമാണ് മറ്റേ വേറൊരു സാധനമാണ് നമ്മൾ കൂടുതൽ കാണുന്നത് ഇവിടെ. ഈ ചാർക്കോളാണിത്. 1 2 3 4 5 ടൈപ്പ്. അളിയൻ നല്ല അടിപൊളിയായിട്ട് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. എക്സ്പെർട്ടാണ്, ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ ആളാണ്, എക്സ്പെർട്ടാണ്. റെഡ് ചില്ലി. ओके वो ये नाडन है, मिर्ची है, बट ये इधर बनाता है ना फार्मिंग। हाँ, बाहर से आता है। ये भी है बट बाहर से ये इधर बनाते हैं। ഇതിന്റെ പ്രൈസ് ഒക്കെ ഇവിടെ ഉണ്ട്. 2-3 തുമാനായിരിക്കും. ഇതുണ്ടോ, ഇത് നമ്മുടെ സാധനമാണ്. ഇത് എല്ലാത്തിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കണതാണ്, ഈ നാരങ്ങ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് കാണുന്ന വേറൊരു സാധനമാണ് ഈ പീച്ചും പിന്നെ ഈ സാധനം. ഇവിടെ ഫാമിംഗ് ഉണ്ട്, പീച്ചിന്റെ ഇതിന്റെ ഫാമിംഗ്. ഇത് ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളാണ്, ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വാങ്ങിയ ഫുഡ് ഐറ്റംസ്. അങ്ങനെ ഗൈസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്ഥലങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. അടിപൊളി സ്ഥലങ്ങളാണ്. ഇപ്പം ഞങ്ങൾ കണ്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ, ഞങ്ങളിപ്പം വീഡിയോയിൽ കണ്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അടിപൊളി സ്ഥലങ്ങളാണ്. ഇപ്പം നമ്മൾ ഷിറാസിലേക്ക് എത്താനായിട്ടില്ല, എത്തുന്നതിന് മുമ്പേ തന്നെ നല്ല അടിപൊളി സ്ഥലങ്ങളായിട്ട് വരുന്നുണ്ട്. നല്ല ടൗണുകളും അതുപോലെ തന്നെ ടൗണുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ടൗണുകളൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. പിന്നെ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഞാൻ ആക്കുന്നത്. വെച്ചാൽ നമ്മൾ ദൈർഘ്യം കൂടണ്ട, ഒരുപാട് കൂടിപ്പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്താക്കുന്നത്, ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ ടൗണിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ഒന്നും നിർത്തുന്നില്ല. പിന്നെ ഒരുപാട് ഈത്തപ്പഴത്തിൻ്റെ കച്ചൂറിൻ്റെ മരങ്ങളും ഫാമുകളും ഒക്കെ ഉണ്ടായിരുന്നു, വരുന്ന വഴിക്കൊക്കെ കണ്ടായിരുന്നു. പിന്നെ കുറേ ബിൽഡിങ്ങുകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ ഫാമിങ് ചെയ്യുന്നുണ്ട് ഇവിടെ ആൾക്കാർ, ഫാമിങ് ചെയ്യുന്നുണ്ട് ഇവിടെ അത്യാവശ്യം. ഈ ഭാഗത്ത് ഷിറാസ് ഭാഗത്തൊക്കെ ആൾക്കാർ കൂടുതലും വെജിറ്റബിൾ ഫാമിങ് അതുപോലെ ഫ്രൂട്ട്സിൻ്റെ ഫാമിങ് ഒക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാതരം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്, ചെറിയ പൈസയൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലങ്ങളിൽ നിർത്താൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ആക്കിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി ഒരു എന്താ പറയുക, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്റ്റേ അടിക്കും. ഇവിടെ സ്റ്റേ അടിക്കുന്ന സ്ഥലമായിരുന്നു ഇത്. മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം, ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാം. ഇച്ചിരി തണലുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്ത്
കുഞ്ഞുറങ്ങാണ്, വണ്ടീൻ്റെ ഉള്ളിലുണ്ട്. ബാക്കി എല്ലാവരും ഇപ്പോൾ സാധനമൊക്കെ എടുത്തിട്ട് ചെറുതായിട്ടൊരു കുക്കിംഗ് ഉണ്ട്, ഔട്ട്ഡോർ കുക്കിംഗ്. ഇത് നമ്മുടെ താനിയ ഉണ്ട് ഇങ്ങനെ ഉറങ്ങി എണീച്ച്. ഓക്കെ ഗൈസ്. Ja. Nej, yavaş yavaş soya تطير انا. يا كشك. روبار كينو دي جاتني بكش. അങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടാക്കൽ സ്റ്റാർട്ടായി. എല്ലാവരും ഇവിടെ ഇങ്ങനെ എന്താക്കുന്നുണ്ട്, റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഒരുപാട് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഇതെവിടെ അടിപൊളി ഒരു കട്ടിങ് നടക്കുന്നു. സലാഡിനേക്കുള്ള കട്ടിങ് ആണ്. ഇതെന്താ സലാഡിന്റെ കട്ടിങ് അല്ലേ? സലാഡിന്റെ കട്ടിങ്. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന ഉമ്മയാണ്, വൈഫിന്റെ ഉമ്മയാണ്. പിന്നെ ഇതെവിടെ അരിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എന്താ ഉണ്ടാക്കുന്ന മജ്ബൂസ? ടൂണ മജ്ബൂസ്. ഇതാണ് ടൂണ എല്ലാവരും അറിയുന്ന സാധനം. ലെമൺ ഗർഭേന അതൊരു വീഡിയോ. ഇത് അതിന്റെ മസാല ഇട്ട് കളിക്കാണ് അതിന്റെ ഉസ്താദ്. നമ്മള് പിള്ളേർ കടന്ന് കളിക്കുന്നുണ്ട്. അനിയൻ അവിടെ ഉണ്ട്, ഉപ്പ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ സ്റ്റേ അടിക്കാൻ കാരണം വെച്ചാൽ നമ്മൾ ആ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വരുമ്പോൾ നല്ല ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കഴിക്കാനുള്ള ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. ബാക്കി ടൂറിസ്റ്റ് പ്ലേസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ഇറാനത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് കേട്ടോ.